ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ISL ടിക്കറ്റ് സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന കാര്യമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഓവൻ കോയിലാകട്ടെ വീണ്ടും എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും എയറിലായിരിക്കുകയാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിൽ. സോ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ISL ഇപ്പോൾ അവരുടെ ടിക്കറ്റ് സെയിലൊക്കെ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫൈനലിൽ ഫാൻസിന് അലോ ചെയ്യുന്ന കാര്യം നമ്മൾ പണ്ടത്തെ വീഡിയോകളിലൊക്കെ നിരവധിയായി പറഞ്ഞതാണ്. എന്നാൽ ഇന്നലെയാണ് ISL ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത്. ഐസബോർഡ് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിൽ 100% അറ്റൻഡൻസോടെ ആയിരിക്കും കളി കാണാൻ സമ്മതിക്കുക. ഗോവ ഗവൺമെന്റും ഈ കാര്യം അപ്രൂവൽ നൽകിയതാണ്. അപ്പോൾ എങ്ങനെയും ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ കയറുകയാണെങ്കിൽ സ്റ്റേഡിയം മൊത്തത്തിൽ കാണികൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ടിക്കറ്റിനെ നിരക്കായാലും സാധാരണ പോലെയല്ല നല്ല രീതിയിൽ കുറച്ചിട്ടാണ് ISL ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി എന്തായാലും എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഗൈസ്, എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, ബുക്ക് മൈ ഷോ ആണ് ISL ഇപ്പോൾ അതോറൈസ്ഡ് ചെയ്തിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം. എന്തായാലും ഞാൻ കുറെ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ഒക്കെ ഗൂഗിളിലൊക്കെ കണ്ടതാണ്. അതിനാലാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്കെല്ലാം ബുക്കിംഗ് പേജിലേക്ക് എത്തേണ്ട ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബുക്കിംഗ് പേജിലേക്ക് കടക്കുക. അപ്പോൾ ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലായിരിക്കും എത്തുക. കൂടാതെ ഇവിടെ കാണാൻ സാധിക്കുമല്ലോ 99 രൂപയും അതുപോലെ 150 രൂപയുമാണ് നിലവിലെ ടിക്കറ്റ് റേറ്റ്. സോ ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് വിറ്റ് പോകുന്നതാണ്. അതിനെല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ടിക്കറ്റ് ഉണ്ടോ എന്ന കാര്യം പോലും സംശയകരമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഏത് ടിക്കറ്റാണ് വേണ്ടതെന്ന കാര്യം സെലക്ട് ചെയ്തിട്ട് സാധാരണ സിനിമ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും സിമ്പിൾ ആണ്. 100 രൂപയ്ക്കും അതുപോലെ 150 രൂപയ്ക്കുമാണ് ഇതിൽ ടിക്കറ്റ് വിൽക്കുന്നത്. എല്ലാവരും ബുക്ക് മൈ ഷോയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം തേർഡ് പാർട്ടി ആപ്സിലൊക്കെ പൈസ കൂടുതലും അതുപോലെ അത് ചിലപ്പോൾ ഫേക്ക് ആകാനും സാധ്യതയുണ്ട്. ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നിരവധി ആൾക്കാർ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ കാര്യം ഉൾപ്പെടുത്തുന്നത്. ഇനി എന്തായാലും ഇന്നലെ ISL സെമി ഫൈനൽ രണ്ടാം മാച്ച് ആയിരുന്നല്ലോ. അപ്പോൾ അതിന്റെ സ്കോറുമായി ബന്ധപ്പെട്ട് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദായിട്ട് 3-1 എന്ന വലിയൊരു സ്കോർ ലൈനിലായിരുന്നു നമ്മുടെ ATK മോഹൻ ബഗാൻ ഇന്നലെ പരാജയപ്പെടുത്തിയത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലീഡ് നേടിയതിനു ശേഷമാണ് 3-1 എന്ന തോൽവി ATK മോഹൻ ബഗാൻ വഴങ്ങേണ്ടി വന്നത്. കൂടാതെ ഇന്നലെ പരിക്ക് പറ്റി പുറത്തായ ടിരി അടുത്ത മത്സരം കളിക്കുമോ എന്ന കാര്യം സംശയകരമാണ്. ജിങ്കനും തിരിയും തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടലായിരുന്നു ആ പരിക്കിലേക്ക് നയിച്ചത്. ഗൈസ്, അപ്പോൾ ബാക്കി ന്യൂസിലേക്ക് കടക്കുമ്പോൾ 26-ാം തീയതി നമ്മുടെ IPL ഒക്കെ തുടങ്ങുകയാണല്ലോ. അപ്പോൾ നമ്മൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടെലഗ്രാം ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൂടി എല്ലാവരും കയറി ഒന്ന് പരിശോധിച്ച് നോക്കുക. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളും മാച്ച് ഡേ ലിങ്ക്സും അതുപോലെ സ്റ്റാറ്റസ് വീഡിയോകളുമായിരിക്കും നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കാൻ ശ്രമിക്കുക. ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മുടെ മുൻ കോച്ചായ കീബു വിക്കുനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം ഈ കോച്ചാകട്ടെ LK സ്ലോട്ട്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിലാണ് ചേർന്നത്. എന്നാൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാകട്ടെ ആ ക്ലബ്ബ് ഇപ്പോൾ ഈ കോച്ചിനെ പുറത്താക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. കീബു വിക്കുനുടെ മോശം പ്രകടനം കാരണമായിരുന്നു അവർ കോച്ചുമായുള്ള കോൺട്രാക്ട് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ മാച്ചിലാകട്ടെ നമ്മുടെ ബർത്തലോമി ഓഗ്ബച്ചിയും ഒരു ഗോൾ സ്കോർ ചെയ്തതാണല്ലോ. അപ്പോൾ ഒരു സീസണിൽ ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുന്ന റെക്കോർഡ് നിലവിൽ കോറോയുടെ കൂടെയായിരുന്നു. അപ്പോൾ ഓഗ്ബച്ചി ഇന്നലെ 18 ഗോൾ തികച്ചതോടെ തന്നെ ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ ഒരു ഗോൾ കൂടെ ഓഗ്ബച്ചി നേടുകയാണെങ്കിൽ അതെന്തായാലും മറികടക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ജംഷഡ്പൂറും തമ്മിലുള്ള മത്സരത്തിന് ശേഷം നമ്മുടെ കോച്ച് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ISL തന്നെ ബെസ്റ്റ് ടീമിനെതിരെ ഒരു ഗോളും വഴങ്ങാതിരുന്നതിൽ താൻ സന്തോഷിക്കുന്നു എന്നാണ് കോച്ച് പറഞ്ഞത്. ഒരു കോച്ച് എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ തനിക്ക് നല്ല രീതിയിൽ തന്നെ അഭിമാനമുണ്ടെന്ന് നമ്മുടെ ഇവാൻ വിക്കോമിനോവിച്ച് പറയുകയുണ്ടായി. അതായത് നമ്മൾ ജംഷഡ്പൂറുമായുള്ള മത്സരത്തിൽ ക്ലീൻ ഷീറ്റോടാണല്ലോ വിജയിച്ചത്. അതാണ് കോച്ചിയുടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഓൻ ഗോയിൽ വിന്നയം എന്തൊക്കെ പറഞ്ഞ് എയറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ കളി ഫത്തോഡയിൽ വെച്ചായിരുന്നല്ലോ നടന്നിരുന്നത്. ഓൻ ഗോയിൽ പറഞ്ഞ പ്രകാരം ഫത്തോഡ നമ്മുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നില്ല എന്നാണ്. ISL നിർബന്ധിച്ചാണ് അവരെ ഫത്തോഡയിൽ കളിച്ചത്. ആയതിനാലാണ് അവർ മത്സരം തോറ്റതെന്നൊക്കെയാണ് ഓൻ ഗോയിൽ പറയുന്നത്. മാത്രമല്ല അവരാണ് രാജ്യത്തെ നല്ല ടീമെന്നും ഓൻ ഗോയിൽ ഇതിനോടകം പറയുകയുണ്ടായി. ഈ ബെസ്റ്റ് ടീം എന്ന കൺട്രി എന്ന് പറഞ്ഞ പ്രയോഗം ഓൻ ഗോയിൽ നിരവധിയായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കൂടാതെ സെക്കൻഡ് ലെഗിൽ അവർ കാണിച്ചു കൊടുക്കുമെന്നും ഓൻ ഗോയിൽ പറയുകയുണ്ടായി. സെക്കൻഡ് ലെഗ് എന്തൊക്കെയാലും വളരെ ആവശ്യം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ഫസ്റ്റ് ലെഗിനെക്കാട്ടി വളരെയധികം ആവശ്യമായിരിക്കും സെക്കൻഡ് ലെഗിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കി ഫൈനലിലേക്ക് തന്നെ കടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് ടെലഗ്രാം ചാനൽ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.